അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വൈജ്ഞാനിക സെഷനിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് മുൻകൂട്ടി ലഭിച്ച പ്രോഗ്രാം നോട്ടീസ് പ്രകാരം ഒന്നാമത്തെ ക്ലാസ് ഇസ്ലാം പ്രമാണം പ്രബോധനം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് താജുദ്ദീൻ സ്വലാഹിയാണ് എടുക്കുന്നത്. നിൽക്കുന്ന ആളുകൾ ആ ഒഴിവുള്ള ചെയറുകളിൽ വന്നിരിക്കുക. ഇതൊരു വൈജ്ഞാനിക സെഷനാണ്, പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സെഷനാണ്. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ സംസാരം വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി താജുദ്ദീൻ സ്വലാഹിയെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضില്ല ലഹു വമൻ യുض്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ISMന്റെ സംസ്ഥാന പ്രസിഡന്റ് TK അഷ്റഫ് അവറുകളെ, MSMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ്റെ സുഹൃത്ത് അബ്ദുൽ ഖാലിഖ്, വേദിയിലുള്ള മറ്റു സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യാന്വേഷികളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് നമ്മൾ പ്രഖ്യാപിച്ച എൻലൈറ്റനിങ് കോൺഫറൻസ് അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ മധ്യഘട്ടം പിന്നിട്ടൊരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്. ഔപചാരികതകൾക്കുപരി വൈജ്ഞാനികമായ, അതല്ലെങ്കിൽ നമുക്ക് വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാക്കിത്തരാവുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം അവസാനിച്ച് മഗ്രിബോടുകൂടി പൂർണ്ണമായ വൈജ്ഞാനികമായ ചർച്ചകളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ നാം നേരത്തെ ക്രമീകരിച്ച പ്രകാരം വൈജ്ഞാനിക സമ്മേളനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം വഴിയും റേഡിയോ സലഫി വോയിസ് റേഡിയോ വഴിയും എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ സമ്മേളന നഗരിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഇന്നത്തെ പരിശ്രമങ്ങളുടെ ഭാഗമായി നാം എത്തിച്ചേർന്ന വീടുകളുടെ ഒരു സൂചന നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമുക്ക് ഈ എൻലൈറ്റനിങ് കോൺഫറൻസ് ഇന്ന് നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി 22,245 വീടുകൾ സന്ദർശിക്കാനും നമ്മുടെ ആശയം കൈമാറാനും അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. 22,245 വീടുകൾ എന്നത് കേൾവിയിൽ നമുക്കൊരു വലിയ സംഖ്യയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം 1,02,85,000 ചില്ലാനം വീടുകളാണ് നമ്മുടെ മുന്നിൽ ദൗത്യമായിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ എണ്ണമാണ് നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. എങ്കിലും പ്രാർത്ഥനയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മിൽ നിന്ന് ഈ മഹത്തായ ദൗത്യം സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതാനും ചില സൂചനകളും പോയിന്റുകളും മാത്രം നൽകി എൻ്റെ സംസാരം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഖബർ സന്ദർശിച്ച് അദ്ദേഹം ബഖീഉൽ ഗർഖദിൽ നിന്ന് തിരിച്ചു പോരുന്ന ഒരു ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ചില വരികൾ ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബഖീഉൽ ഗർഖദിലെ ഇദ്ഖർ പുല്ലുകൾക്കിടയിലൂടെ
മദീനയിലെ ഈത്തപ്പന തോട്ടങ്ങളുടെ വഴികളിലേക്ക് നടന്നു നീങ്ങുന്നതിൻ്റെ ഇടയിൽ ആ ഖബർ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം സ്വയം പറഞ്ഞൊരു വാചകത്തിന്റെ ആശയമുണ്ട്. വാചകത്തിന്റെ അർത്ഥമല്ല ഞാൻ പറയുന്നത്. ഖബറിൽ കിടക്കുന്ന ഖബറാളികളെ, നിങ്ങളുടെ ഭാര്യമാർ വേറെ കല്യാണം കഴിച്ചു. നിങ്ങൾ അപ്രതീക്ഷിതമായൊരു ദിവസം തിരിച്ചു പോയപ്പോൾ ഒരുപാട് കാലം അവർ ക്ഷമിച്ചും സഹിച്ചുമൊക്കെ ജീവിച്ചു. പക്ഷേ ഇപ്പോൾ അവർ ഒരു പുതിയ മണിയറയിൽ ഒരു പുതിയ വരന്റെ കൂടെ ജീവിതം ആരംഭിച്ചിരിക്കുന്നു. ഖബറിൽ കിടക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങൾ ആസ്വദിച്ച മേനി വേറൊരു പുരുഷൻ ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ നൽകിയ മഹറുമാല അഴിച്ചുവെച്ച് അദ്ദേഹത്തിന്റെ മഹറുമാല അവൾ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ഖബറിൽ കിടക്കുന്ന ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താവ് വേറെ വിവാഹിതനായി. നിങ്ങൾ ഉറങ്ങിയ ബെഡിൽ വേറെ ഒരു സ്ത്രീ ഉറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളിരുന്ന കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ വേറെ ഒരു സ്ത്രീ യാത്ര തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഉപയോഗിച്ച അടുക്കളയിൽ വേറെ ഒരു സ്ത്രീ അതിലേറെ മധുരമനോഹരമായ ഭക്ഷണം അദ്ദേഹത്തിന് തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഉപയോഗിച്ച അയൺ ബോക്സ് വേറെ ഒരു സ്ത്രീ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഉപയോഗിച്ച ഫ്രിഡ്ജ് വേറെ ഒരു സ്ത്രീ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ ബിസിയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, അവൻ വാങ്ങിയ പുതിയ കാർ പോർച്ചിന് വലിപ്പം പോരാത്തത് കൊണ്ട് പൊളിച്ചു നീക്കി അവൻ പുതുതായി പണിതിരിക്കുന്നു. 9-ാം മാസം ഗർഭിണിയായിരിക്കെ PVC പൈപ്പും പിടിച്ച് നിങ്ങൾ നനച്ച 2-ാം നില JCB കൊണ്ടവൻ തട്ടി നിരത്തിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം കരഞ്ഞു. ഞാൻ അദ്ദേഹം പറഞ്ഞ വാചകത്തിന്റെ ആശയമാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് ഇവർ കേൾക്കുമായിരുന്നുവെങ്കിൽ, ഞാൻ പറയുന്നത് ഖബറിൽ കിടക്കുന്നവർക്ക് കേൾക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. അവിടെ കിടക്കുന്നതൊക്കെ ഔലിയാക്കളാണ്. അവിടെ കിടക്കുന്നതിൽ എല്ലാവരും അവരൊക്കെ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയ സ്വഹാബത്ത് അടങ്ങുന്ന ആളുകളാണ്. അവർ എന്റെ ശബ്ദം കേൾക്കുമായിരുന്നെങ്കിൽ, അഥവാ അവർ കേൾക്കുകയില്ല, കേൾക്കുമായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു, അലിയെ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മക്കളല്ല, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞങ്ങളുടെ ഭാര്യമാരല്ല, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞങ്ങളുടെ ഭർത്താക്കന്മാരല്ല, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞങ്ങളുടെ എസ്റ്റേറ്റുകളല്ല, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞങ്ങളുടെ ബാങ്ക് ബാലൻസുകളല്ല, മറിച്ച് ജീവിതകാലത്ത് ഈ ഖബറിന്റെ ഇടുങ്ങിയ ഈ കൊച്ചു കുഴിയിലേക്ക് വേണ്ട സമ്പാദ്യമായി തഖ്വ ശേഖരിച്ചു വെച്ചിരുന്നെങ്കിൽ അതേറെ പ്രിയപ്പെട്ട സമ്പാദ്യമായി ഇപ്പോൾ ഉപയോഗിക്കാമായിരുന്നുവെന്ന് ആ ഖബറാളികൾ എന്നോട് വിളിച്ചു പറയുമായിരുന്നുവെന്ന് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നിടത്ത് നിന്ന് വേണം നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കാനും വിലയിരുത്താനും. പലപ്പോഴും ശൈത്താൻ വ്യത്യസ്തമായ ഫ്രെയിമുകളിൽ നമ്മെ കയറ്റി നിർത്തുന്നു. അതൊരു പക്ഷേ സംഘടനാ പക്ഷാപാതിത്വങ്ങളുടെ ഫ്രെയിമായിരിക്കാം, അതൊരു പക്ഷേ സമൂഹത്തിലുള്ള എന്റെ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട ഫ്രെയിമായിരിക്കാം, അതൊരു പക്ഷേ എനിക്ക് ഈ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രതിരോധങ്ങളെ, പ്രതിഷേധങ്ങളെ അതിജീവിക്കാനുള്ള മനക്കരുത്തില്ലായ്മയുടെ ഫ്രെയിമായിരിക്കാം. അതുമല്ലെങ്കിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച 1000 തെറ്റുധാരണകളുടെയും മുൻധാരണകളുടെയും കൂമ്പാരങ്ങൾ കൂട്ടി നിറച്ച മനസ്സിന്റെ ഫ്രെയിമായിരിക്കാം. ഈ ഫ്രെയിമുകളെ മുഴുവൻ പൊളിച്ചെറിഞ്ഞ്, ഈ ഫ്രെയിമുകളെ മുഴുവൻ വലിച്ചെറിഞ്ഞ്, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെക്കുറിച്ച് സ്വയം ചോദിക്കാനും നമുക്ക് നമ്മെക്കുറിച്ച് സ്വയം ചിന്തിക്കാനുമുള്ള അവസരവും ഇടവും യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ചരിത്രത്തിലുടനീളം സത്യാന്വേഷണത്തിന്റെയും സത്യസന്ധമായ തിരിച്ചറിവിന്റെയും സത്യാന്വേഷണത്തിന്റെയും സത്യത്തെ സംബന്ധിച്ച തിരിച്ചറിവിന്റെയും വഴിയിൽ തടസ്സം സൃഷ്ടിച്ചത് ഇത്തരം ചില ചിന്തകളായിരുന്നു. ആ ചിന്തകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സദസ്, ലോകത്തെമ്പാടും എന്നെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും സെലഫി വോയിസ് റേഡിയോയിലൂടെയും കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, ഈ സമ്മേളന നഗരിയുടെ അവസാനത്തെ ഇലക്ട്രിക് പോസ്റ്റിലെ ശബ്ദം കേൾക്കുന്ന ആ ശബ്ദത്തിന്റെ പോയിന്റിൽ നിന്ന്, സൗണ്ട് പോയിന്റിൽ നിന്ന് എന്നെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തടക്കം വീട്ടുവരാന്തകളിൽ ഈ ശബ്ദത്തിന്റെ അരികിലെത്താൻ ആഗ്രഹിച്ചിരിക്കുന്ന, എന്നാൽ പല ഘടകങ്ങളാൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത സഹോദരിമാരടക്കം സ്വയം ചോദിക്കണം, ഈ ലിസ്റ്റിൽ ഞാനുണ്ടോ എന്ന്. സത്യാന്വേഷണത്തിന് ചരിത്രത്തിലുടനീളം തടസ്സം സൃഷ്ടിച്ച ഒരു കാര്യം, എന്റെ മാതാപിതാക്കൾ, എന്റെ പൂർവ്വപിതാക്കൾ, ഞങ്ങളുടെ 1500 ആളുകൾ അടക്കം ചെയ്യപ്പെട്ട മഹല്ലിലെ ആ മഖ്ബറയിൽ കിടന്നുറങ്ങുന്നവരൊക്കെ ഇവർ ഈ പറയുന്ന മാർഗത്തിന് വിരുദ്ധമായി ചിന്തിച്ചവരാണല്ലോ.
ഉപ്പാപ്പമാരുടെ മുൻഗാമികളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആ റൂട്ടിലൂടെ പോയിട്ട് എനിക്ക് നരകമാണെങ്കിൽ ആ നരകം എനിക്ക് മതി എന്ന ചിന്ത, ഈ ചിന്ത കേരളത്തിലെ കരുനാഗപ്പള്ളിയിലെ അല്ലെങ്കിൽ ഈ കൊച്ചു പ്രദേശത്തെ നമ്മുടെ ഒറ്റപ്പെട്ട മനസ്സിന്റെ ചിന്തയല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ ഈ ചിന്ത ചരിത്രത്തിലുടനീളം നിലനിന്നിട്ടുണ്ടെന്ന് കൃത്യമായി വ്യക്തമാക്കുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങൾ, ഒരുപക്ഷെ വ്യത്യസ്തമായ വീക്ഷണകോണിലൂടെ ഒരിക്കലും ഒരു കൃത്യമായ തീരുമാനമില്ലാതെ ഈ സദസ്സിന്റെ ഏതൊക്കെയോ മുക്കുമൂലകളിൽ നിന്ന് തന്നെ കേൾക്കുന്ന എന്റെ സുഹൃത്തുക്കൾ, വിശുദ്ധ ഖുർആനിലെ ഈ വചനം കേൾക്കുക. ആരുടേതായിരുന്നു ഈ വാദഗതി? അബൂലഹബിന്റെ, അബൂജഹലിന്റെ, ഉത്ബത്തിന്റെ, ശൈബത്തിന്റെ ചരിത്ര അവതരണങ്ങളുടെ ഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയ വേദഗ്രന്ഥത്തെ സ്വീകരിക്കണേ എന്ന് അവരോട് പറഞ്ഞാൽ, ഖാലു, അവർ പറയും, ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ മാർഗ്ഗം മതി ഞങ്ങൾക്ക്. മൂസാ അലൈഹിസ്സലാമയും ഫിർഔനും തമ്മിലുള്ള സംവാദം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ ഒരൊറ്റ വരി കൊണ്ട് ഫിർഔനിന്റെ ചോദ്യത്തെ തച്ചു തകർത്ത മൂസാ അലൈഹിസ്സലാമക്ക് മുന്നിൽ ഉത്തരം മുട്ടിയ ഫിർഔനിന്റെ ചോദ്യവും ഇത് തന്നെയായിരുന്നു. ആരാ നിന്റെ റബ്ബ് എന്ന് ചോദിച്ചപ്പോ, എന്റെ റബ്ബ് സർവ്വതിനെയും സൃഷ്ടിക്കുകയും സർവ്വതിനെയും പരിപാലിക്കുകയും സർവ്വതിനും ജീവിതായോധനം നൽകുകയും അതിന്റെ സഞ്ചാരപഥത്തെ ക്രമീകരിക്കുകയും ചെയ്ത സർവശക്തനായ തമ്പുരാനാണെന്ന ഉത്തരത്തിന്റെ മുന്നിൽ ആകാശത്തെ, അതിലെ അത്യത്ഭുതകരമായ കാഴ്ചകളെ, ആഴിയെ, അതിന്റെ അത്യത്ഭുതകരമായ മനോഹാരിതകളെ, മലകളെ, മണ്ണിനെ, മനുഷ്യനെ, കാടിനെ, കടലിനെ, കാട്ടാനയെ, കാട്ടാറുകളെ, സർവ്വതിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടികർത്താവാണ് എന്ന ഉത്തരത്തിന്റെ മുന്നിൽ മുട്ടിപ്പോയ ഫിറഔന്റെ ചോദ്യം എന്താ? ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞുപോയ ആൾക്കാരുടെ സ്ഥിതി എന്താ? അവരൊക്കെ ഫറോവമാരെ ആരാധിച്ചു പോന്നവരാണ്. അവരൊന്നും നീ പറയുന്ന ദൈവത്തെ ആരാധിച്ചവരല്ല. അവർക്ക് വേണ്ട ഉത്തരം എന്താ? അവരൊക്കെ നരകത്തിലാണെന്ന് പറയണം, എന്നിട്ടോ സദസ്സിനെ ഇളക്കി വിടണം, എന്നിട്ടോ മൂസാ നബി അലൈഹിസ്സലാമയെ തല്ലിക്കൊല്ലണം. പക്ഷേ അള്ളാഹു കൊടുത്ത ഉത്തരണ്ട്. ആ ഉത്തരമാണ് ലോകത്തെമ്പാടുമുള്ള സലഫികൾക്ക് കരുനാഗപ്പള്ളിയിൽ എൻലൈറ്റനിങ് കോൺഫറൻസുമായി വീടുകൾ കയറിയിറങ്ങിയ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഖുർആൻ സൂറത്തു ത്വാഹ കൃത്യമായി പറഞ്ഞു, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്. അതിനെ സംബന്ധിച്ച വിവരം എന്റെ രക്ഷിതാവിന്റെ അടുത്തുണ്ട്. ഫീ കിതാബ്, ഒരു ഗ്രന്ഥത്തിൽ, ഒരു രേഖയിൽ. ലാ യളില്ലു റബ്ബി വലാ യൻസ, എന്റെ പടച്ചോനെ പഴക്കൂല. കുത്താറാത്തീബ് കഴിച്ച ഉപ്പാപ്പാന്റെ സ്ഥിതി എന്താണ്? കുത്തുബിയത്ത് കഴിച്ച ഉപ്പാപ്പാന്റെ സ്ഥിതി എന്താണ്? വഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ച ഉപ്പാപ്പാന്റെ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഉത്തരം മൂസാ അലൈഹിസ്സലാമയുടെ ഉത്തരമാണ്. എന്താ? അവരെ സംബന്ധിച്ച വിവരം രക്ഷിതാവിന്റെ രേഖയിലുണ്ട്. രക്ഷിതാവിന് പിഴക്കില്ല, അവനൊരിക്കലും തകരാറ് പറ്റില്ല. അതുകൊണ്ട് ഈ ആയത്തുകളിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ആലോചിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്താ? സത്യാന്വേഷണത്തിൽ നിന്ന് തടസ്സം നിൽക്കുന്ന രണ്ടാമത്തെ ഒരു ഘടകം എന്താണ്? രണ്ടാമത്തെ ഒരു ഘടകം കേൾക്കണ്ട എന്ന മനസ്സ്. കേൾക്കണ്ട എന്ന മനസ്സുള്ളവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്ക് 67-ാമത്തെ അധ്യായം മധ്യഭാഗം പിന്നിടുമ്പോൾ കൈകൾ ബന്ധിച്ച് കാലുകളിൽ ചെങ്ങലയിട്ട് ചാട്ടവാറിന്റെ പ്രഹരങ്ങളേറ്റ് മലക്കുകൾ നരകത്തിലേക്ക് തള്ളാൻ നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിൽ ആ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തെ വിശുദ്ധ ഖുർആൻ മുൻപേ ആവിഷ്കരിക്കുന്നു, പാഠമാകാൻ വേണ്ടി, തിരുത്താൻ വേണ്ടി. എന്താ ചോദ്യം? എന്താ ചോദ്യം? അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? നിങ്ങളെ വീട്ടിലെത്തിയിട്ടില്ലേ? പ്രവാചക നിയോഗമനങ്ങൾ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് മുന്നിൽ സത്യത്തിന്റെ പ്രഘോഷണങ്ങൾ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് കയ്യിൽ സീഡി കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്ക് ലഘുലേഖകൾ എത്തിയിട്ടില്ലേ? എന്താ ഉത്തരം? ഇല്ല എന്നല്ല. നിഷേധിച്ചാൽ ഓരോ രംഗവും കാണിക്കപ്പെടും. അതുകൊണ്ട് അവർ പറയും ഖാലു ബലാ, അതെ മുന്നറിയിപ്പുകൾ എത്തിയിട്ടുണ്ട്. ഫകദ്ദബന, ഞങ്ങളത് നിഷേധിച്ചു. ഫഖുൽന, എന്നിട്ട് പറഞ്ഞു മാ നസ്സലല്ലാഹു മിൻ ശൈ, നിങ്ങൾ മുഖാന്തിരം സത്യം സ്വീകരിക്കാൻ വേണ്ട ഒന്നും ഞങ്ങൾക്ക് റബ്ബ് തന്നിട്ടില്ല. നിങ്ങൾ പിഴച്ചവരാണ്, പിഴപ്പിക്കുന്നവരാണ്. ഒരിത്തിരി വൈകാരികമായി ചിലരെങ്കിലും അവരുടെ സംഭാഷണത്തിൽ ഇന്ന് ഉണ്ടായ ചില അനുഭവങ്ങളെ ആവിഷ്കരിച്ചു. ആദ്യം എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോടാണ് പറയാനുള്ളത്, ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നമ്മുടെ മുന്നിൽ, ചരിത്രത്തിന്റെ മിനി സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങൾക്ക് മുന്നിൽ ഇത് കൊച്ചു കൊച്ചു സംഭവങ്ങൾ മാത്രം, നിസ്സാരമായ കാര്യങ്ങൾ മാത്രം. ആ നിസ്സാരമായ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ആ വിഷയത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ കുറ്റബോധത്തിന്റെ മനസ്ഥിതിയിലേക്ക് എത്തിയ ആളുകളോട് ഇനിയും നമ്മൾ അതിനെ സംബന്ധിച്ച് പറയേണ്ടതില്ല.
കാരണം എന്താണെന്നറിയോ? ഈ ഇരിക്കുന്ന സദസ്സിന്റെ മുൻനിരയിൽ തന്നെ ഇരിക്കുന്ന പലരെയും എനിക്കറിയാം. അങ്ങനെ നിങ്ങൾക്കിതാ സത്യമെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മുഖാന്തരം ഞങ്ങൾക്കൊരു സത്യവും വേണ്ട എന്ന് പ്രഖ്യാപിച്ചവരാണ് ഇന്ന് 22,245 വീടുകളിൽ എൻലൈറ്റനിങ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൂടെ യഥാർത്ഥത്തിൽ കടന്നു ചെന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ബഹുമാനനായ കുഞ്ഞി മുഹമ്മദ് മദനി പരപ്പൂർ പറഞ്ഞ ആ വാചകം തന്നെയാണ് അവർക്ക് നമ്മൾ പുറത്തു കൊടുത്തിരിക്കുന്നു. അതും നമ്മുടെ ഒരു ഔദാര്യം എന്നതിൽ ഉപരി പ്രവാചകന്റെ ഒരു സുന്നത്താണത്. ആ സുന്നത്ത് തന്നെ കല്ലെറിയുകയും കാലിൽ നിന്ന് രക്തമിറ്റി വീഴുകയും ചെയ്തപ്പോൾ, തന്നെ ദ്രോഹിക്കുകയും തന്നെ ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ അവരുടെ മുകളിൽ മല വേണമെങ്കിൽ മറിച്ചിടാമെന്ന് മലയുടെ മലക്ക് വന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അവരെനിക്ക് വേണം, എന്റെ ജനതയ്ക്ക് ഹിദായത്ത് കിട്ടട്ടെ, അതുകൊണ്ട് ആ മുന്തിരി വള്ളിയുടെ താഴെ ഇരുന്ന് എന്റെ ജനതയ്ക്ക് പുറത്തു കൊടുക്കി എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ ഇത്തരം ചില കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയവരോ അല്ലെങ്കിൽ അത്തരം ചില കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഒരഭിമാനമായി അവരെയൊക്കെ ഞങ്ങൾ ആട്ടിയോടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിന്റെ ഒരു കോണിൽ ചിന്തിക്കുന്ന ഈ നാടിന്റെ മുക്കുമൂലകളിലെ മൈനസ് പോയിന്റിൽ നിൽക്കുന്ന ഒരു പെർസെന്റേജ് അവരോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ആയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചോളി. ഏതാ നാളെ ഇത് പറയേണ്ടി വരുമോ? ഞങ്ങൾക്ക് നിങ്ങളത് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു പോയി. ലൗ കുന്ന അനസ്മഉ ഔ നഖിൽ മാ കുന്ന ഫി അസ്ഹാബി സഈർ. ചിന്തിച്ചിരുന്നെങ്കിൽ പഠിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നരകത്തിൽ പോകുമായിരുന്നില്ല എന്ന് പറയുന്ന ഗതികേട് സുഹൃത്തുക്കളെ നമുക്കുണ്ടാകരുത്. സത്യാന്വേഷണത്തിന്റെ മുന്നിൽ തടസ്സം നിൽക്കുന്ന മൂന്നാമത്തെ ഘടകം അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അത് സുഹൃത്തു വലയങ്ങളും കൂട്ടുകെട്ടുകളുമാണ്. അവസാനം പരലോകത്തെത്തുമ്പോ കൈവിരൽ കടിച്ചു മുറിച്ചിട്ട് അവൻ പറയാണ്, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഇന്നാലിന്നയാളെ ഞാൻ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല. ഞാൻ പ്രവാചകന്റെ കൂടെ ഒരു റൂട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് പറ്റിപ്പോയി, അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു. എന്റെ സുഹൃത്ത്, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് റഫീഖ്, എന്റെ സുഹൃത്ത് മുസ്തഫ, എന്റെ സുഹൃത്ത് ജോൺസി, അവനെ എങ്ങനെ തെറ്റിക്കും, അവനോടെങ്ങനെ പിണക്കും, ക്ലബിൽ എങ്ങനെ ഇനി ഒന്നിച്ചുകൂടാതിരിക്കും, പാർട്ടി പ്രവർത്തനത്തിൽ മുദ്രാവാക്യത്തിന്റെ ക്യൂകളിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു പോകുന്നവരെന്ന നിലയ്ക്ക് വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ കഴിയാതെ മൗനം കൊണ്ട് സർവ്വതിനെയും ഹൃദയത്തിൽ അടിച്ചൊതുക്കി സത്യത്തിന്റെ വെളിച്ചത്തോട് രാജി പ്രഖ്യാപിച്ചു പോകുന്നവർ നാളെ കൈവിരലുകൾ കടിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. 3. നാലാമത്തത് നിങ്ങൾ കേട്ടോളൂ. നാലാമത്തത് ബന്ധുക്കൾ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവർ, അവരെ പിണക്കിക്കൂടാ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നറിഞ്ഞാൽ അവർക്ക് വിഷമാകും, അവർക്ക് പ്രയാസാകും. സത്യാന്വേഷണത്തിന്റെ വഴിയിൽ സത്യം ലഭിച്ചപ്പോൾ രുദ്രാക്ഷമാലകളെ പൊട്ടിച്ചെറിഞ്ഞ്, കുരിശുമാലകളെ പൊട്ടിച്ചെറിഞ്ഞ്, ജാറത്തിന്റെ ചരടുകളെ വലിച്ചെറിഞ്ഞ് അല്ലാഹു അക്ബർ എന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ വാചകത്തിന്റെ വരിയുടെ കീഴിൽ അണിനിരക്കുമ്പോൾ എന്റെ മുന്നിൽ സൃഷ്ടിക്കപ്പെടുന്ന വൈതരണികൾ എനിക്ക് പ്രയാസമാണെന്ന് ചിന്തിക്കുന്നവരോട് ഒരായത്ത് കൂടി ഞാൻ ഓതുന്നു. ഞാൻ ഇവിടെ ഉന്നയിക്കുന്നതൊക്കെ ഓരോ ആയത്തിന്റെ വെളിച്ചത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഖുർആൻ പറയാണ്, യുബസ്സറൂനഹും, നിനക്കവരെ കാണാം, യവദ്ദുൽ മുജ്രിം, അക്രമി അന്ന് താൻ തോന്നി, അന്ന് ആഗ്രഹിക്കും, ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി, സ്വന്തം മക്കളെ പകരം കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് സ്വർഗം കിട്ടിയിരുന്നെങ്കിൽ, സ്വന്തം ഭാര്യയെ പകരം കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് സ്വർഗം കിട്ടിയിരുന്നെങ്കിൽ, സ്വന്തം കൂട്ടുകാരനെ പകരം കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് സ്വർഗം കിട്ടിയിരുന്നെങ്കിൽ. ഇനിമല്ലേ വീട്ടിലേക്ക് പോയിക്കോളൂ പ്രിയപ്പെട്ടവരെ. മനസ്സിനെ ഈ സദസ്സിൽ നിന്ന് വീട്ടിലേക്ക് ഫ്രീ ആക്കുക. രാത്രിയേറെ വൈകി ചെല്ലുമ്പോൾ ഗ്രിൽസ് തുറന്ന് നമ്മളെ സ്വാഗതം ചെയ്ത് നമുക്ക് വേണ്ട ഭക്ഷണം ഒരുക്കി തരുന്ന ഭാര്യയെ ചൂണ്ടിക്കാണിച്ചിട്ട് 28 കൊല്ലം 58 കൊല്ലം എന്റെ വിരിയിൽ എന്റെ വെളുത്ത തൊലിയോട് ചേർന്ന് കിടന്ന ഈ പെണ്ണിനെ നരകത്തിലിട്ടിട്ട് എനിക്ക് സ്വർഗം കൊണ്ടാ എന്ന് പറയുന്ന ഗതികേടിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു. അവൻ ഗർഭിണിയാകും മുമ്പേ തുടങ്ങിയ ആശങ്കകൾ, അവൻ ഗർഭിണിയായപ്പോൾ വീണ്ടും ആശങ്കകൾ, അല്ലെ? അവൻ ഭാര്യയുടെ ഗർഭാശയ ഭിത്തികളിൽ ജീവന്റെ തുടിപ്പായപ്പോൾ അവന് കണ്ണുണ്ടാകുമോ, അവന് കാതുണ്ടാകുമോ, അവന് കാലുണ്ടാകുമോ? കൂട്ടുകാരന്റെ കുഞ്ഞിനെ പോലെ ജീവിതം മുഴുവൻ ഒരു റൂമിൽ തളച്ചിടേണ്ട സ്ഥിതിയിലേക്ക് പോകുമോ? ആശങ്കകൾ. അത് കഴിഞ്ഞ് അവൻ ജനിച്ചപ്പോൾ ഒരു രാത്രി അവൻ ആർത്ത് കരഞ്ഞപ്പോൾ അവന് തോളിലേക്കിട്ട് ടോർച്ച് വെളിച്ചം കൊണ്ട് ഇടവഴികൾ പിന്നിട്ട് കാഷ്വാലിറ്റിയിലെത്തി അവന് വേണ്ടി ഹൃദയം പരിശു കൊടുക്കാൻ തയ്യാറായ പിതാവ്
ഈ സ്നേഹങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് പരലോകത്തുനിന്ന് പറയുന്നതാണ്. എന്താ പറയാ എന്റെ മോൻ ഇവനുണ്ടല്ലോ, ഇവനെ നരകത്തിലിട്ടിട്ട് എനിക്ക് സ്വർഗം കൊണ്ടാ, എനിക്ക് സ്വർഗം കൊണ്ടാ. അതുകൊണ്ട് ബന്ധങ്ങൾ സുഹൃത്തുക്കളെ പരലോകത്തും കിട്ടുന്ന ബന്ധങ്ങളാവണമെങ്കിൽ തെളിവിന്റെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ കാര്യങ്ങളെ പുനരാവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ നഷ്ടമായിരിക്കും ഉണ്ടാകുക. നോക്കൂ നിങ്ങൾ, ലോകത്തെ എത്ര സ്നേഹബന്ധങ്ങളുണ്ട്, മനോഹരമായ എത്ര അനുഭവങ്ങളുണ്ട് അല്ലെ. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ പലപ്പോഴും വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പലതും പറയാൻ സാധിക്കും. മലപ്പുറം ജില്ലയിലെ ഒരു പുഴയിൽ ഒരു തോണി മുങ്ങിയപ്പോൾ ആ തോണിയിലെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി പലതവണ ശ്രമിച്ച് അവസാനത്തെ ആ ആളെയും രക്ഷിക്കാൻ, അല്ലെങ്കിൽ അവസാനം മുങ്ങാനൊരുങ്ങുന്ന ചിലരെ രക്ഷിക്കാൻ വേണ്ടി ആ കുട്ടി പുറപ്പെടുമ്പോൾ കരയെത്തുനിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, ഷിഹാബ് നീ പോകരുത്, ഇനി പോകരുത്, നിനക്കിനി തുഴയാനുള്ള ശക്തിയില്ല. പക്ഷേ അവൻ പോയി, പലരെയും രക്ഷിച്ച് അവൻ മരണത്തിന് കീഴടങ്ങി. സ്വന്തം കൂട്ടുകാരന് വേണ്ടി ആ കുട്ടി കൊടുത്തത് ജീവന്റെ വിലയാണ്. ഈ ബന്ധങ്ങൾക്ക് പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന സ്ഥിതിയാണ് പറയുന്നത്. ഭൂമിയിൽ നിന്ന് ബന്ധങ്ങളെക്കാൾ ചില സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ അവനു വേണ്ടിയാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്, അവനു വേണ്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്തത് എന്ന് പറയേണ്ടുന്ന ഗതികേട് സുഹൃത്തുക്കളെ നമുക്കുണ്ടാകരുത്. മറ്റൊന്ന്, വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത് നേതൃത്വങ്ങളാണ്, ഭാരവാഹിത്വങ്ങളാണ്, നേതാക്കളാണ്, പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത്. അല്ലല്ലനാ സാദത്തനാ വകുബറാനാ, നേതാക്കന്മാരും പുരോഹിതന്മാരുമാണ്. അതുകൊണ്ട് അവരെ നീ ശപിക്കണേ, അവർക്ക് നീ ഇരട്ടിക്കരട്ടി ശിക്ഷ കൊടുക്കണേ. അങ്ങനെ പറയുന്ന ഗതികേട് നമുക്കുണ്ടാകരുത്. തൊണ്ടയിലെ ചോര വരും വരെ തക്ബീർ മുഴക്കി ഉസ്താദിനെ മുത്താൻ കിട്ടാത്തത് കൊണ്ട് ഉസ്താദിന്റെ GMC എങ്കിലും മുത്തിയാൽ മതി എന്ന മാനസികാവസ്ഥയുള്ളവർ, അവരെ പരിഹസിക്കാനല്ല ഞാനത് പറയുന്നത്, അവർക്ക് മനസ്സിലാകാൻ, അവരെ പരിഹസിക്കാനും വേദനിപ്പിക്കാനുമല്ല. ആ മനസ്സുള്ളവർ നാളെ പറയാണ്, അവരെ ഞങ്ങൾക്ക് കാലിന്റെ ചോട്ടിലാക്കിക്കൊണ്ട ചവിട്ടി മെതിക്കട്ടെ, അവരാണ് ഞങ്ങളെ ചതിച്ചത് എന്ന്. അല്ലെ, അവർ ചതിച്ചിട്ടുണ്ട്. തെളിവന്വേഷിക്കുന്നിടത്ത് അവർ നമ്മളെ ചതിച്ചിട്ടുണ്ട്. അവരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി പറയാണ്. മലയാളത്തിൽ ഇപ്പോഴും പിൻവലിക്കപ്പെടാത്തൊരു പുസ്തകമുണ്ട്. കേരളത്തിലെ മുഴുവൻ വീടുകളിലും എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയ ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ ജീവിതം എന്തിനു വേണ്ടി എന്ന പ്രസ്തുത പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ആ കോട്ടിംഗ്. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജിമത്തിൽ ഖുർആൻ എന്ന പുസ്തകത്തിൽ അന്നത്തെ സമസ്തയുടെ ഉന്നതനായ ഒരു പണ്ഡിതൻ എഴുതി, എന്താ, വിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തിന്റെ അർത്ഥം പോലും പഠിക്കൽ സാധാരണക്കാരന് നിർബന്ധമല്ല. ഖുർആനിലെ ഒറ്റ ആയത്തിന്റെ അർത്ഥം പഠിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്, അതിന്റെ അർത്ഥം പഠിക്കൽ നിർബന്ധമല്ല. ഫാത്തിഹന്റെ അർത്ഥം ഒരാൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ഒരു കുറ്റമല്ല. ഇനി അവിടെ അവസാനിക്കണില്ല. ഫാത്തിഹയുടെ അർത്ഥം പഠിക്കൽ പ്രത്യേക സുന്നത്തുമില്ല. നിങ്ങൾ അന്വേഷിക്കണം ഉസ്താദന്മാരോട്. ഇതോടുകൂടി എന്ത് സംഭവിച്ചു? വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ പരിഭാഷ ഇല്ലാത്തത്. ഫാൻ ഉണ്ട്, മിക്സി ഉണ്ട്, ഒക്കെ ഉണ്ട്. ഖുർആൻ പരിഭാഷ അല്ല. പള്ളികളിൽ പോലും വിശുദ്ധ ഖുർആനിനെ വിശദമായി വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ പരിഭാഷകളില്ല. ബാക്കിയെല്ലാം നമുക്കുണ്ട്, അല്ലേ? ബാക്കിയെല്ലാം ഉണ്ട്. ഖുർആൻ പഠിച്ചാൽ പഴച്ചു പോകുന്നു. ഇതേ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. നമ്മൾ പരിശോധനാ വിധേയമാക്കണം. ഖുർആൻ പഠിച്ചാൽ ആ ഒരു ജനതയെ റബ്ബ് ഉയർത്തുമെന്ന് അള്ളാഹിന്റെ കിതാബ് പഠിപ്പിച്ച റസൂൽ വിശദീകരിക്കുന്നു. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. അല്ലാഹു ഒരു ഗ്രന്ഥം കൊണ്ട് ഈ ജനതയെ ഉയർത്തുകയും അതേ ഗ്രന്ഥം കൊണ്ട് വേറൊരു ജനതയെ തകർക്കുകയും ചെയ്യും. ഷാർപ്പാണ് ആ ഹദീസ്. കേൾക്കുക നിങ്ങൾ എന്നെ. അബൂജഹൽ, അബൂലഹബ്, പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മക്ക എന്ന വിശാലമായ രാഷ്ട്രാതിർത്തികളുടെ ഭരണാധികാരികൾ, എന്തുപറ്റി അബൂലഹബിന്, എന്തുപറ്റി അബൂജഹലിന്? അബൂലഹബ് അവൻ മരുഭൂമിയിൽ ഒരു ടെന്റിൽ കഴുത്തിൽ കയറിടപ്പെട്ട് ശരീരത്തിൽ ത്വക്ക് രോഗം ബാധിച്ച് ദുർഗന്ധം വമിച്ച് ചത്തൊടുങ്ങി. ഒരാൾ പോലും കരയണ്ടായില്ല. എന്നാലോ അബൂലഹബിന്റെ ഔത്തുബത്തിന്റെ തീരുമാനപ്രകാരം മരുഭൂമിയിലെ ചാട്ടവാറിന്റെ പ്രഹരങ്ങൾക്ക് ഒരുപാട് തവണ വിധേയമായപ്പോഴും ഉള്ളിലൊതുക്കി എന്നെ രക്ഷിക്കണേ എന്ന വിളി ഉള്ളിലൊതുക്കി. കാരണം എന്നെ രക്ഷിക്കണേ എന്ന വിളി
ഈ ഈത്തപ്പനത്തോട്ടങ്ങളെ ഭേദിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കാതിലെത്തിയാൽ എനിക്കും അനുഭവിക്കാനുള്ളത് ഈ ശിക്ഷാമുറകളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിലേക്ക് ആ വ്യക്തി വന്നില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ബിലാൽ റളിയല്ലാഹു ഉള്ളിലൊതുക്കി. ആ ബിലാൽ റളിയല്ലാഹുവിനെ അല്ലാഹ് എങ്ങനെ ഉയർത്തി? മക്ക വിജയ ദിവസം എല്ലാം പൂർത്തിയായപ്പോ ഉസ്മാനെ വിളിച്ചു. ഉസ്മാൻ പ്രവാചകന്റെ മുന്നിൽ തലകുനിച്ചു നിന്നു. പണ്ടത്തെ ഒരു ഓർമ്മ ഉസ്മാന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഉസ്മാൻ, എനിക്ക് താക്കോൽ തരൂ, ഞാനൊന്ന് കയറി ഇബാദത്തെടുത്തോട്ടെ. ഉസ്മാൻ പ്രവാചകനെ പരിഹസിച്ച് താക്കോൽ കയ്യിലിട്ട് അമ്മാനമാടി. അധികാരി വർഗത്തിന്റെ ആളായി നിൽക്കുന്ന ഉസ്മാൻ പിരിഞ്ഞു പോയപ്പോൾ അള്ളാഹു നൽകിയ നെറ്റിത്തടം കൊണ്ട് അവൻ സൃഷ്ടിച്ച ഭൂമിയിൽ സുജൂദിന്റെ അവകാശം നിഷേധിക്കപ്പെട്ട പ്രവാചക തിരുമേനി വിഷമിച്ചു. അതേ പ്രവാചക തിരുമേനി ഇന്ന് ഭരണാധികാരി. ഉസ്മാൻ, താക്കോലെടുക്കൂ. ഉസ്മാൻ വരയാർന്ന കൈകളോട് കൂടെ താക്കോല് കൊടുത്തപ്പോ റസൂലുള്ള തിരിച്ചേൽപ്പിച്ചു. ഉസ്മാൻ, അങ്ങ് തന്നെ തുറക്കൂ, അങ്ങ് തന്നെ തുറക്കൂ. ഈ കാരുണ്യം കാണിച്ച പ്രവാചകൻ ഒരിക്കലും തീവ്രവാദിയല്ല, അദ്ദേഹം ഭീകരവാദിയല്ല. അദ്ദേഹത്തിന്റെ അണികൾക്കൊരിക്കലും ഉസാമ ബിൻ ലാദൻ ഹീറോയല്ല. മാർഗം ശരിയാണെങ്കിലും രീതി ശരിയാണെങ്കിലും അല്ലെ, അങ്ങനെ വിശ്വസിക്കപ്പെടുന്ന ഒരു സാഹചര്യം വ്യാഖ്യാനിച്ചൊപ്പിച്ചാൽ ആർക്കൊക്കെ അദ്ദേഹം വീരപുരുഷനാണെങ്കിലും നമുക്കൊരിക്കലും ബിൻ ലാദൻ എന്നല്ല, ലോകത്തെ മുട്ടുസൂചി കൊണ്ട് ബോംബർ വിമാനങ്ങളോ അതല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകളോ അല്ലെങ്കിൽ ബമ്പൻ പടകളോ വേണ്ട, മുട്ടുസൂചി കൊണ്ട് കേവലം ശരീരത്തിൽ വസ്ത്രത്തെ തുന്നിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന സൂചി കൊണ്ട് തീവ്രവാദം ഒരുക്കുന്നവൻ അവൻ പോലും ഒരു മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റുന്നയാളല്ല. അത് ഭൂരിപക്ഷ തീവ്രവാദമാണെങ്കിലും അല്ലെങ്കിലും. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഉസ്മാൻ എന്ന വ്യക്തി ഷഹാദത്ത് ചൊല്ലി അവിടെ വെച്ച് ഈ വിശാലമായ മാപ്പിന്റെ സമ്മാനം. എന്നിട്ട് അതാണ് എന്റെ പോയിന്റ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനെ വിളിക്കുന്നുണ്ട്. ബിലാൽ, അങ്ങ് വരൂ ബിലാൽ. എന്റെ തോളിൽ ചവിട്ടിയിട്ട് ഈ കഅബയുടെ മുകളിൽ കയറിയിട്ട് ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനം നടത്തൂ. കറുത്ത കാലുള്ള, തയമ്പ് പിടിച്ച, കാല് വിണ്ട് കീറിയ, കറുത്ത കാപ്പിരി വർഗത്തിൽപ്പെട്ട പീഡനങ്ങളുടെയും താഠനങ്ങളുടെയും ചരിത്ര അധ്യായങ്ങളെ പിന്നിട്ട ബിലാലിന്റെ കാലുകൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹാരിതയുള്ള മനുഷ്യന്റെ 53 വയസ്സുള്ള 53-53-ലധികം 60-ഓടടുത്ത വയസ്സുള്ള പ്രവാചക തിരുമേനിയുടെ ശിരസിൽ വെക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നിടത്ത് നിന്ന് ഹദീസിന്റെ അർത്ഥം വെക്കുക. അള്ളാഹു ഈ ഗ്രന്ഥം കൊണ്ട് ഒരു ജനതയെ ഉയർത്തും, വേറൊരു ജനതയെ താഴ്ത്തും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഉയർച്ച ആഗ്രഹിക്കുന്നവര് ഒരു കൊച്ചു ഖുർആൻ ക്ലാസ്സിൽ വന്ന് ഇത് പഠിക്കുന്നിടത്തേക്കാണ് എത്തേണ്ടത്. ഈ പ്രദേശത്ത് നിങ്ങൾ ഒരു കൊച്ചു ഷെഡ് കെട്ടിയാൽ, ഒരു വീടുമുറ്റം ഒരുക്കിയാൽ, ആ വീട്ടുമുറ്റത്ത് വന്ന് നിങ്ങൾക്ക് അർത്ഥം പഠിപ്പിച്ചു തരാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സജ്ജരായിരിക്കും. ഒരിത്തിരി ധീരത നമ്മൾ കാണിക്കണമെന്ന് മാത്രം. ഇവിടെ വിശുദ്ധ ഖുർആനാണ് നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. ഐക്യത്തെക്കുറിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ ആളുകൾ സംസാരിക്കുന്ന ഐക്യം അതിലേറെ മനോഹരമായി ഖുർആൻ സംസാരിച്ചിരിക്കുന്നു. ആരാ? മനുഷ്യന്റെ ഹൃദയസ്പന്ദനങ്ങളെ സൃഷ്ടിച്ച, മനുഷ്യന്റെ ശാരീരിക സംവിധാനത്തെ സൃഷ്ടിച്ച, മനുഷ്യന്റെ മനസ്സിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ സൃഷ്ടിച്ച റബ്ബ് മനുഷ്യന്റെ മുഴുവൻ കാഴ്ചപ്പാടുകളെയും ഒരൊറ്റ കോണിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച പ്രമേയമാണ് അല്ലാഹുവിന്റെ ഹബിലിനെ, ചരടിനെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നത്. ആ ചരട് ഏതാണ്? ആ ചരട് നിങ്ങൾക്ക് മതത്തിൽ വല്ല തർക്കമുണ്ടോ? ജാറത്തിൽ പോകാൻ പറ്റുമല്ലേ? ഓച്ചറ ഉപ്പാപ്പ, ഓച്ചറയിലെ കുപ്പി ചപ്പ് ചവറുകളിൽ ജീവിച്ചൊരു മനുഷ്യൻ ഒരു ദിവസം, ഒരു നിമിഷം കണ്ണടച്ചപ്പോൾ അദ്ദേഹം ഉപ്പാപ്പയായി മാറിയതിനെ അംഗീകരിക്കേണ്ടതുണ്ടോ? ഇല്ലേ? അദ്ദേഹം ചവറിലല്ലേ ജീവിച്ചത്? അദ്ദേഹം ചപ്പിലല്ലേ ജീവിച്ചത്? അദ്ദേഹം ക്ഷേത്രാങ്കണത്തിലല്ലേ ഉണ്ടായത്? അതുകൊണ്ട് വേണ്ടാന്ന് തീരുമാനിക്കണ്ട. തർക്കമുണ്ടോ? മടക്കിക്കോളൂ ഖുർആനിലേക്ക്. തർക്കമുണ്ടോ? മടക്കിക്കോളൂ ഹദീസിലേക്ക്. കരുനാഗപ്പള്ളിയിലെ ഓച്ചിറയിലെ ഉപ്പാപ്പ സ്വീകരിക്കപ്പെടേണ്ടവനാണോ അല്ലേ എന്നത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഖുർആനിൽ നിന്ന് എങ്ങനെ കിട്ടും കുട്ടി എന്നാണ് ചോദ്യമെങ്കിൽ ഞാൻ പറയാം. യഥാർത്ഥ വലി ആരാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ വലി ആരാണെന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥ വലി നമസ്കരിക്കാത്ത വലിയല്ല, യഥാർത്ഥ വലി ആചാരക്രമങ്ങൾ പാലിക്കാത്ത വലിയല്ല എങ്കിൽ ഓച്ചറ ഉപ്പാപ്പ വലിയല്ല. ഒരു സംശയമല്ല. വൃത്തിയായി വിഷയം പഠിക്കാം.
ജാറത്തിങ്ങൾ പോയി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഹജ്ജ് വിമാനങ്ങൾ തിരിച്ചു പറക്കാൻ ഒരുങ്ങാണ്. ഹജ്ജാജുമാർ ഒന്ന് രണ്ട് സ്ഥലത്തെത്തിയത് വളരെ വൈകാരികമായ ഓർമ്മകളോട് കൂടെയാണ്. ഒന്ന്, സഫന്റെയും മറുവന്റെ ഇടയിൽ 19 വയസ്സ് പ്രായമുള്ള ഒരു വയോധികയായ സ്ത്രീ ഹാജറ ബീവി കൂർത്തുമൂർത്ത പാറക്കെട്ടുകൾക്കിടയിലൂടെ അവര് ഓടിയില്ലേ പ്രിയപ്പെട്ടവരെ? അവരോടാണ്. എന്തിനാ ഓടുന്നത്? എന്റെ കുഞ്ഞിന് ഇത്തിരി വെള്ളം വേണം, അവൻ മരിക്കാൻ പോകാണ്. അവിടെ എത്തിയപ്പോ ഏതെങ്കിലും ഹാജി യാ ഹാജറ എന്ന് വിളിച്ചോ? ഏതെങ്കിലും ഹാജി യാ ഹാജറ ബിഹഖി ഹാജറ ബിജാഹി ഹാജറ എന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല. മിനയിലെത്തിയപ്പോ മിനയിലെ ടെന്റിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ വിളിച്ചോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അതിന് ഇസ്ലാമികമായ രേഖയില്ല. എല്ലാവരും പറയുന്നത് ഖുർആനല്ലേ എന്നാണ് ചോദ്യം, സുന്നത്തല്ലേ എന്നാണ് ചോദ്യം. എല്ലാവരും രേഖ ഉദ്ധരിക്കുന്നത് ഇതൊക്കെയല്ലേ എന്നാണ് ചോദ്യം. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദ ഉത്തരങ്ങൾ തുടർന്നുള്ള സെഷനുകളിൽ ഉണ്ടാകും. ഒറ്റ കാര്യം ഞാൻ പറയാം, ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിങ്ങളോട് ആരുദ്ധരിച്ചാലും തെളിവുദ്ധരിക്കുന്ന ആളോട് നിങ്ങൾ ചോദിക്കണം, ഈ ആയത്ത് നിങ്ങളല്ലല്ലോ ആദ്യം കേട്ടത്? അല്ല. ഈ ആയത്ത് സ്വഹാബികൾ കേട്ടിട്ടില്ലേ? ഉണ്ട്. ആ സ്വഹാബികൾ ആരെങ്കിലും ഇതിൽ നിന്ന് ഇങ്ങനെ തെളിവുദ്ധരിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന് പറയാൻ നമുക്ക് പറ്റണം. നോക്കൂ, നിങ്ങൾ ഔലിയാക്കൾക്ക് നിസ്കരിക്കണ്ട എന്നുള്ളതിന് ഉദ്ധരിക്കപ്പെടുന്ന ആയത്താണ് ഏത്? നിങ്ങൾ യഖീനാകും വരെ അള്ളാഹിനെ ആരാധിക്കുക. എന്താ യഖീന്? അള്ളാഹ് ഉണ്ടെന്ന് ഉറപ്പാണത് വരെ ആരാധിക്കാന്നാണ്. അതുകൊണ്ട് ഔലിയാപ്പാപ്പക്ക് ഉറപ്പായി അദ്ദേഹം ആരാധിക്കണ്ടെന്നാ. എന്താ യഖീനിന്റെ അർത്ഥം? യഖീനിന്റെ അർത്ഥം ഉറപ്പെന്നാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണക്കട്ടിലിൽ നിന്ന് മദീന പള്ളിയിലെ മിഹ്റാബിലേക്ക് രണ്ടുപേരുടെ തോളിൽ തൂങ്ങി കാല് മണ്ണിൽ വലിച്ച് ഇശാ നിസ്കാരത്തിന് വരൂല. എന്താ യഖീനിന്റെ അർത്ഥം? യഖീനിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയുന്നത് പോലെ അത് വ്യക്തമാണ്. അത് മരണമാണ്. മരണം വരെ ആരാധിക്കുക എന്നതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദൗത്യങ്ങളുമായി മുന്നോട്ട് പോവുക പ്രിയപ്പെട്ടവരെ. മഹാനായ ഉഖബയുടെ ചരിത്രമുണ്ട്. ഉഖബയുടെ ചരിത്രമുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് നിന്ന് സമുദ്രത്തോട് അദ്ദേഹം പറഞ്ഞു, സമുദ്രമേ, നിന്റെയും അപ്പുറത്തൊരു നാടുണ്ടെങ്കിൽ ഈ കുതിരപ്പുറത്ത് വന്ന് ഞാൻ അവിടെ ദഅവത്ത് നടത്തുമായിരുന്നു. പക്ഷെ ഇല്ലല്ലോ. അമേരിക്കൻ ഐക്യനാടുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മറുഗോളത്തിലുണ്ടെന്നറിയാത്ത ഉഖബയുടെ വാചകം നമ്മൾ ഏറ്റെടുക്കുക. അദ്ദേഹത്തിന് ഇല്ലാത്ത പലതും നമുക്കറിയാം. ഗൂഗിൾ മാപ്പ് കൊണ്ട്, അല്ലാത്ത പലതുകൊണ്ട്, നമ്മുടെ നാട്ടറിവ് കൊണ്ടൊക്കെ അറിയാം. ഏറ്റെടുക്കുക. ഇവിടെ നിന്ന് കിട്ടിയ ഈ സത്യത്തെ, ഈ ന്യായത്തെ, ഈ തിരിച്ചറിവിനെ സമൂഹത്തിലേക്ക് എത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.